എൻ്റെ മക്കള് നിങ്ങൾ ഇപ്പോഴത്തെ ഈ സമീപന രീതി ഒന്ന് ചേഞ്ച് ചെയ്യണത് നല്ലതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഉടമ്പടി ചെയ്തതിന് ശേഷം നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നതിന് മുമ്പ് ഒരു ജഡിക സന്തതിയാണെങ്കിൽ അതുപോലെ തന്നെ ജോലി, വീട്, വിവാഹം, അങ്ങനെ ഓരോ കാര്യത്തിലാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അത് തീർച്ചയായിട്ടും നടക്കും, അതല്ല പ്രശ്നം. നിങ്ങൾ അതിൽ മാത്രം ലിമിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ ഉടമ്പടിയെ ഒരു പരീക്ഷ പാസ്സാകുന്നതും ഒരു ഇൻ്റർവ്യൂവും ഒരു സ്ഥലം വെക്കുന്നതുമായിട്ടുള്ള വിഷയമായിട്ട് ഉടമ്പടിയെ ലിമിറ്റ് ചെയ്യാം. ഉടമ്പടി അതിനുവേണ്ടി മാത്രമാണ് സ്ഥാപിച്ചതല്ല. ഉടമ്പടി എന്തിന് സ്ഥാപിച്ചതാണ്? ദൈവത്തിന് നമ്മുടെ കൂടെ കൂട്ടുവസിപ്പിന് വേണ്ടി സ്ഥാപിച്ചതാണ്. അതാണ് പറഞ്ഞത്. അതാണ് 14:23 നമ്മൾ വായിച്ചത് യോഹന്നാൻ്റെ സുവിശേഷം. എന്താണ്? നിങ്ങൾ എൻ്റെ ഉടമ്പടി പാലിക്കുകയും വചനം പാലിക്കുകയും അപ്പോൾ ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ കൂട്ടുവസിപ്പിന് വേണ്ടിയാണ്. ഈ കൂട്ടുവസിപ്പ് നടക്കുമ്പോഴാണ് ഈ 43:5 വർക്കൗട്ട് ചെയ്യണത് ഐസയ. ഇപ്പം 43 യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 14 അതുപോലെ തന്നെ 23 നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയും പറഞ്ഞേ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം പാലിക്കുകയും ചെയ്യുമ്പോൾ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ വാസമുറപ്പിക്കുക എന്നുള്ള വിഷയത്തിനാണ് ഉടമ്പടി ദൈവിക പ്രാധാന്യം കൊടുക്കുന്നത്. അതിൻ്റെ അൾട്ടിമേറ്റ് എയിം അതാണ്, ആത്യന്തികമായ ലക്ഷ്യം അതാണ്. നമ്മളതിനെ വളരെ ചെറിയ ഒരു മിനിമം പ്രോഗ്രാമായിട്ട് വീട് കിട്ടിയില്ലല്ലോ, ജോലി കിട്ടിയില്ലല്ലോ, ലൈഫ് മിഷൻ്റെ ലോൺ കിട്ടിയില്ലല്ലോ, ഇങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തിനെ നാണം കെടുത്തുന്ന കുട്ടി മനുഷ്യരായിട്ട് മാറും. മനുഷ്യരാണ്, പക്ഷെ കുട്ടി മനുഷ്യരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കാര്യങ്ങൾക്കിടെ തമ്പുരാനായിട്ട് ദൈവത്തെ ഇങ്ങനെ റെഡ്യൂസ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു ഉടമ്പടി വരണ്ടു പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഉടമ്പടിക്ക് വലിയ ലക്ഷ്യങ്ങളാണ് ഉള്ളത്. വലിയ ലക്ഷ്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ഈ 43:5 എന്താണ്? ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞത് എങ്ങനെയാണ് കൂടെ ഉണ്ടാകുന്നത്? ആ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അതിൻ്റെ പ്രീ റിക്വസ്റ്റ് എന്താണ്? അതിൻ്റെ മുന്നാവശ്യം എന്താണ്? നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ എൻ്റെ, അതായത് ഐസയ 43:5 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അങ്ങനെ കൂടെ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? യോഹന്നാൻ 14:23 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം ഉറപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ വാസം ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിനക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാമെന്ന് പറയണത് അല്ലേ? 15:7 വായിച്ച് ശ്രുതികട. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും പറഞ്ഞേ. കണ്ടാ നോക്കിയേ. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ പറഞ്ഞ കണ്ടില്ലേ? യോഹന്നാൻ 15:7 എന്താ വായിച്ചോളൂ. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അതിൻ്റെ അകത്ത് നിങ്ങൾ പറഞ്ഞ 6 കാര്യങ്ങളല്ല, ഇഷ്ടമുള്ളതാണ്. 60 കാര്യങ്ങളാണ്. അതാണ് ഇഷ്ടമുള്ളതെന്നാണ് പറയണത്. നിങ്ങളുടെ അഭിരുചി എന്താണ്? ഇപ്പം അതുകൊണ്ടല്ലേ എനിക്ക് ചൂടുചോറും എന്താ വേണം, അച്ചിങ്ങത്തോറും വേണമെന്ന് പറയാം. എന്താ അത് നമുക്ക് തോന്നുമ്പോൾ കോമഡിയായിട്ട് തോന്നും, പക്ഷെ അവർക്കത് കോമഡിയല്ല, അവർക്കത് കിട്ടിയില്ലെങ്കിൽ ട്രാജഡിയാണ്. അതാണ് സംഭവം. അപ്പോൾ നമ്മുടെ മൈന്യൂട്ട് വികാരങ്ങളെ എന്തുമാത്രം മാനിക്കണ ദൈവത്തിൻ്റെ ഈ മാനിപ്പിനെക്കുറിച്ചാണ് നമ്മൾ. നീ എനിക്ക് ബഹുമാന്യനാണ്, പ്രിയങ്കരനാണ്, നിനക്ക് പകരം ഞാൻ ജനതകളെ കൊടുക്കുമെന്ന് പറയുമ്പോഴേ നിനക്ക് പകരം ജനതകളെ മാത്രമല്ലല്ലോ കൊടുത്തത്, പിന്നെ എന്താണ്? 3:16 വായിച്ചേ യോഹന്നാന്റെ സുവിശേഷം. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 3:16 എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പൊ എപ്പോഴും വിഷയം എന്ന് വെച്ചാൽ ആ യോഹന്നാൻ, അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട വചനം 15:7 അല്ലേ? 15:7 എന്താ പറയണത്?
നിങ്ങൾ എൻ്റെ വചനം പാലിക്കുകയും 15:7 യോഹന്നാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് വന്നാൽ പിന്നീട് നിങ്ങൾ സേഫായി. അത് കാരണം ദൈവം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തരും. കാര്യം ഇഷ്ടമുള്ളത് തന്നാൽ നിങ്ങൾ നശിക്കത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. എന്താ കാര്യം? നിങ്ങൾ വചനത്തിൽ നിലനിൽക്കുന്ന ആളാണ്. ഈ വചനത്തിൽ ചില ആൾക്കാർ ടെമ്പററി ആയിട്ട് നിലനിൽക്കത്തുള്ളൂ. ഇന്നലെ ഒരു ചേട്ടത്തി ഒരു നേഴ്സ് സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീടുമില്ല, കുടിയുമില്ല, ഭയങ്കര സങ്കടപ്പെട്ട ജീവിതമായിരുന്നു. അപ്പോൾ അതിനുശേഷം അവരൊന്ന് ഉടമ്പടി ചെയ്ത് ട്രിവാൻഡ്രത്ത് നിന്ന് കുഞ്ഞു വീടാണ് അവർക്കുണ്ടായിരുന്നത്. അവിടെ പെൺമക്കളൊക്കെ വലുതായി വന്നപ്പോൾ അവർക്ക് ഭയങ്കര വീർപ്പുമുട്ടലായി. കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞു വീട്ടിൽ താമസിക്കാൻ ഭയങ്കര അസൗകര്യമായി. അപ്പോൾ മാതാവിനോട് വന്ന് പറഞ്ഞ് എനിക്കൊരു വീട് തന്നെ, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വലുതായി വരികയാണ്, അപ്പോൾ ഞങ്ങൾക്കൊന്ന് പെരുമാറാൻ പറ്റുന്ന രീതിയിലൊരു വീട് തരണമെന്ന് പറഞ്ഞ് പോയി. ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ അവൾ വിചാരിച്ചതിനേക്കാളും നല്ല വീടൊക്കെ കിട്ടും. പക്ഷേ എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഭർത്താവിന് അസുഖം ഉണ്ടായി, അതും മാറും. ഇതെല്ലാം മാറിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ പുള്ളി ഉടമ്പടി മറന്നു പോകും. അതാണ് സംഭവം, ഉടമ്പടി മറന്നു പോകും. പിന്നെ എന്നാ പറ്റും വെച്ചാൽ ഉടമ്പടി മറന്നു പോയാൽ എന്നാ പറ്റും? പ്രൊട്ടക്ഷൻ പോകും ഉടനെ. കാരണം ഉടമ്പടി എന്ന് പറഞ്ഞൊരു സംരക്ഷണമാണല്ലോ. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ ദൈവം കൂടെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ അപ്പോൾ ഐസയായിൽ നമ്മൾ വായിച്ചത് 43:5 എന്താണ്? ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അപ്പം കൂടെ ഇല്ലെങ്കിൽ എന്താ സംഭവം? ഭയപ്പെടേണ്ടി വരും. മനസ്സിലായില്ലേ? ആ വചനം തിരിച്ചിടുമ്പോൾ നിങ്ങൾ ഉടമ്പടിയിലല്ല എന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെയല്ല. കൂടെ അല്ലെങ്കിൽ പിന്നെ എല്ലാത്തിനും ഭയപ്പെടേണ്ടി വരും. ഇവർ വിചാരിച്ച് ഈ അനുഗ്രഹത്തിൻ്റെ ഹണിമൂണൊക്കെ കഴിഞ്ഞപ്പോഴേ ദൈവത്തെ മറന്നു കളഞ്ഞവർ. അപ്പോൾ പിന്നെ ഓരോ രോഗങ്ങളും അപകടങ്ങളും അസ്വസ്ഥതകളും എല്ലാം വലിഞ്ഞു കയറി, വഴിയെ പോകണമെല്ലാം വലിഞ്ഞു കയറി വിരുന്ന് വരാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഇവർക്കൊരു ബോധമുണ്ടായി. പിന്നെ ഭർത്താവിനോട് പറയുന്നത്, പിന്നെ നമുക്കൊന്ന് പോയി, നമുക്ക് ഇത്രയും അനുഗ്രഹം നമുക്ക് കിട്ടിയില്ലേ, ഇപ്പം നമ്മൾ ഉടമ്പടിയും ഇല്ല, പ്രാർത്ഥനയൊന്നും ഇല്ലല്ലോ, ഇപ്പം നമ്മുടെ ഈ കുടുംബത്തിലാണെങ്കിൽ പഴയ അവസ്ഥയിലായിട്ട് തിരിച്ച് വരണില്ലേ, അപ്പം അതുകൊണ്ട് നമുക്ക് പോയി സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് അധികം പറഞ്ഞില്ലേ, ഒരു 3/4 മണിക്കൂർ 3/4 മണിക്കൂറോളം പറയാനുള്ള കാര്യങ്ങൾ എണ്ണി അവർ പറയുകയാണ്. നേഴ്സാണ് ട്രിവാൻഡ്രത്ത്. അതായത് എണ്ണി പറയുകയാണ്. അപ്പോൾ ഇത്രയും കാലം ദൈവത്തെ മഹത്വപ്പെടുത്താതെ അവർ ആ കാര്യം കണ്ടതിന് ശേഷം യൂസ് ആൻഡ് ത്രോ, ദൈവത്തെ നമ്മൾ കപ്പലണ്ടിയുടെ തൊണ്ടാക്കി മാറ്റും. നമ്മളതിൻ്റെ തൊണ്ട് അനുഗ്രഹത്തിൻ്റെ കാമ്പെടുത്ത് കഴിച്ചിട്ട് തൊണ്ട് വലിച്ചെറിയണ പോലെ അങ്ങനെ കുറേ നെറുകെട്ട ജാതികളുണ്ട്. നിങ്ങൾക്ക് ഓർഡർ അവറാച്ച പണി വരുന്നുണ്ട്. അതായത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളറിയാമല്ലോ, ഇത് ദൈവത്തോടെ കളിക്കണത്. അതായത് ഒരു മിനിമം സത്യസന്ധത പോലും ഇല്ലെങ്കിൽ, ഒരു മിനിമം മനസ്സാക്ഷി ഇല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം വിളക്കാൻ തേക്കണ പാണ്ടാവും. അപ്പം അതുകൊണ്ട് അഭ്യാസം കാണിക്കാതെ മര്യാദക്ക് ദൈവദർശനി വന്ന് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് റോമാ 4:20 അനുസരിച്ചുകൊണ്ട് വിശ്വാസത്തെ വളരാൻ നോക്കണം, ശക്തിപ്പെടാൻ നോക്കണം. കാര്യം വിശ്വാസത്തിൽ ഒരു കാലത്ത് വിശ്വാസം ഉണ്ടായി, അതുകൊണ്ട് കുറേ വല വീശി കുറേ മീൻ പിടിച്ചു ഭക്ഷണം കഴിച്ചൊന്നും അതൊരു കാര്യമില്ല. ദൈവത്തിൻ്റെ ഉദ്ദേശം അതല്ല. റോമാ 4:20 വായിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റോമാ 4:20 വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തണത് ഇപ്പൊ ആൾക്കാരുടെ സ്വഭാവം അറിയാമല്ലോ. ഇവിടെ വന്ന് 10 മിനിറ്റ് പറയണതല്ല, ജനം വാ പൊളിക്കണത് കൃപാസനം മാതാവിൻ്റെ ലൂടെ ഈശോ ലോകത്ത് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ പറയാനാണ് ആൾക്കാർ വാ പൊളിക്കണത്. എവിടെ ചെന്നാലും മാതാവിനെക്കുറിച്ച് ആൾക്കാർ സംസാരിച്ചിരിക്കുന്നത് കാണാം. അതെന്താ? ദൈവത്തെ അവർ മഹത്വപ്പെടുത്തുകയാണ്. അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ പങ്കുവെച്ച് കൊടുത്തുകൊണ്ട് അവർക്ക് കിട്ടിയ വെളിച്ചം പകർന്ന് കൊടുത്ത് ഇരുട്ടിനെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പം നമ്മൾ പറയുമ്പോൾ
ചെവിയോട് ചെവിയോരം പറയുമ്പോൾ എന്താ സംഭവിക്കണത്? റോമൻ 4:20 സംഭവിക്കും. എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, പറഞ്ഞോളൂ, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവർ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. അപ്പോൾ നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അത് കൈമാറ്റത്തിനുള്ളതാണ്. അതുകൊണ്ട് ദൈവം മഹത്വപ്പെടേണ്ടതാണ്. മഹത്വപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ശക്തി പ്രാപിക്കും. വിശ്വാസത്തിന് എന്തുമാത്രം ശക്തി പ്രാപിക്കാൻ പറ്റുമെന്ന് എനിക്ക് പോലും എന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല. അതൊരു നിരന്തരമായ ഒരു വലിയൊരു പാഠ്യപദ്ധതിയാണ്. അന്ത്യം വരെ നമുക്ക് വിശ്വാസത്തിൻ്റെ അകത്ത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും നമ്മൾ. കാരണം വിശ്വാസം അങ്ങനെയാണ്. നമുക്കൊരു പഠിക്കണവർക്കാണെങ്കിൽ പോലും നമുക്കൊരു ഡോക്ടറെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ അവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നോക്കാം. ഇത് അങ്ങനെയല്ല. വിശ്വാസത്തെ പഠനം പാഠ്യപദ്ധതി വിഷയമാക്കി കഴിഞ്ഞാൽ അതിന് അറ്റവും അറുതിയുമില്ലാത്ത അപാരതയാണ് ഉണ്ടാകുന്നത്. അത്രയും, അതായത് നമുക്ക് ദൈവം അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. നമ്മൾ സാക്ഷ്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ സുവിശേഷം പകർന്നുകൊണ്ടേയിരിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. വിശ്വാസത്തെ ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആരാധനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ. വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ. വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ. ഈ കേൾക്കണ വിഷയങ്ങളിൽ നിങ്ങളിങ്ങനെ കഥാപ്രസംഗം പോലെ കഥയും പാട്ടും സാക്ഷ്യവും പാട്ടുമായിട്ടൊക്കെ പോയി കൈയടിച്ച് പിരിയരുത്. നിങ്ങളെ ദൈവം പഠിപ്പിക്കുകയാണ് ഓരോ ദിവസവും. നിങ്ങളിത് പോയി വീണ്ടും കേൾക്കണം. ഞങ്ങൾ ചൊവ്വാഴ്ച അപ്പ് ചെയ്യുമ്പോൾ ദൈവസംഘത്തോട് വീണ്ടും ഇത് കൊതിയോടെ കേട്ടിട്ട് വീണ്ടും നിങ്ങൾ ഷെയർ ചെയ്യണം. ചിലർ ഷെയർ ചെയ്യുക പോലും ഇല്ല, ചിലർ സബ്സ്ക്രൈബ് ചെയ്യുക പോലും ഇല്ല. അതാണ് വിഷയം. അതുകൊണ്ടാണ് ഇവിടെ ഈ നോൺ ക്രിസ്ത്യൻസിൻ്റെ സാക്ഷ്യം ഇടിവെട്ടായി വരണത്. ക്രിസ്ത്യൻസ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തോളാമെന്ന് പറയും, ഞാൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ പറ്റിച്ചുകൊണ്ട് പോകും. പക്ഷേ നോൺ ക്രിസ്ത്യൻസ്, ബ്രദർ ഇതും ചെയ്തു തരുക, സിസ്റ്റർ ഇതും ചെയ്തു തരുക, അതൊന്നും ചെയ്യില്ല. ഇവിടെ വിഷയം ദൈവം ആടെ കൂടെ നിൽക്കും, മറ്റേ പന്നിയുടെ കൂടെ നിൽക്കത്തില്ല. അവൻ അളന്ന് വെച്ചിരിക്കുകയും അവൻ